आज की हिंदी कक्षा में सभी को स्वागत है। इन्नते हिंदी क्लास लेके एवर्कम स्वागतम। आज हम हिंदी साहित्य के जाने माने कवयित्री अनामिका द्वारा रचित कविता मौसियाँ पढ़ेंगे। आधुनिक हिंदी साहित्य के सुप्रसिद्ध कवयित्री अनामिका की एक सुंदर नारीवादी कविता है मौसियाँ। अपनी कविताओं के माध्यम से वे नारी जीवन की दुर्बलताएं एवं कठिनाइयों का यथार्थ पाठकों के सामने प्रस्तुत करती हैं। ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ സുപ്രസിദ്ധയായ കവയിത്രിയാണ് അനാമിക. മൗസിയാം, ആൻറ്റീസ്, അമ്മായിമാർ എന്നാണ് ഈ കവിതയുടെ പേര്. അവർ ഈ കവിതയിലൂടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ദുർബലതകളും കഷ്ടപ്പാടുകളും ബന്ധങ്ങളുടെ വിലയും ഒക്കെയാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. മൗസിയാം എന്ന് പറഞ്ഞാൽ ആൻറ്റീസ്, അമ്മയുടെ സഹോദരിമാർ, അച്ഛൻ്റെ സഹോദരിമാരൊക്കെ നമ്മൾ പൊതുവെ ആൻറ്റി, അമ്മായി എന്നൊക്കെയാണ് വിളിക്കുക. കൂട്ടുകുടുംബം നിലനിന്നിരുന്ന സമയത്ത് അമ്മായിമാരും മറ്റ് ചെറിയമ്മ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്ന, കുഞ്ഞമ്മ, ഏട്ടത്തിയമ്മ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ കുടുംബത്തിൽ എന്ത് പ്രോഗ്രാം ഉണ്ടാവുകയാണെങ്കിലും, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഓടിയെത്താറുണ്ട്. അപ്പോൾ അങ്ങനെ സ്ഥാനങ്ങൾ വഹിക്കുന്നവരുടെ ഒരു കവിതയാണ് മൗസിയാം. നമുക്ക് കവിതയിലേക്ക് കടക്കാം. वे बारिश में धूप की तरह आती हैं, थोड़े समय के लिए, और अचानक हाथ के बुने स्वेटर, इंद्रधनुष, तिल के लड्डू और सधौर की साड़ी लेकर वे आती है झूला झुलाने. पहली मितली की खबर पाकर और गर्भ सहलाकर लेती है अंतरिम रपट, गृहचक्र, बिस्तर और कुदरा उदासियों की. ഇവിടെ ഈ കവിതയിലെ ആൻറ്റി അവരുടെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ഗർഭവതിയായി എന്ന് കേട്ടിട്ട് ആ ന്യൂസ് അറിഞ്ഞ് അവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് അവരെ ഗർഭകാലത്തെ അലസതയും ബുദ്ധിമുട്ടുകളുമൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഇവിടെ വരികയാണ്. എങ്ങനെയാണ് വരുന്നത്? വേ ബാരിഷ് മേ ധൂപ് കി തരഹ ആതി ഹൈ. എപ്രകാരമാണോ മഴയത്ത് വെയിലുദിക്കുന്നത് അപ്രകാരമാണ് ഇവിടെ ആൻറ്റി വരുന്നത്. അതായത് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും. വെയിലും അങ്ങനെയാണ്, മഴയത്ത് ഉദിക്കുന്ന വെയിലും അങ്ങനെ തന്നെയാണ്. തോടെ സമയക്കലേ ഒരു അചാനക്, കുറച്ച് സമയത്തിന് വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്നാണ് വരുന്നത്. ഹാത്ത് കെ ബുനെ സ്വെറ്റർ, ഇന്ദ്രധനുഷ്, തിൽ കെ ലഡ്ഡു ഒരു സധോർ കി സാഡി ലേക്കൻ. എങ്ങനെയാണ് അവർ വരുന്നത്? അവരെ കയ്യിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക വരുമ്പോൾ? കൈകൊണ്ട് തുന്നിയ, ബുനെ എന്ന് പറഞ്ഞാൽ തുന്നിയ സ്വെറ്റർ ഉണ്ടാകും ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇന്ദ്രധനുഷ്, കളർഫുള്ളായിട്ടുള്ള തുണികൾ. ഇന്ദ്രധനുഷ് എന്ന് വെച്ചാൽ മഴവിൽ അല്ലെങ്കിൽ കളർഫുൾ എന്നാണ് അർത്ഥം. അതുപോലെ തിൽക്കെ ലഡ്ഡു, എള്ളു കൊണ്ടുണ്ടാക്കിയ ലഡ്ഡു. ഒരു സധോർ കി സാരി, ഇഴകളുള്ള സാരി. സധോർ കി സാരി എന്ന് പറഞ്ഞാൽ ഇഴകളുള്ള സാരി. അതുപോലെ ഊഞ്ഞാലാട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ജൂല ജുലാനെ, ഊഞ്ഞാലാട്ടാൻ എന്ന ആഗ്രഹത്തോടു കൂടി. അതുപോലെ പെഹ്ലി മിത്ലിക്ക് ഖബർ പാക്കർ, ആദ്യത്തെ ഗർഭം ധരിച്ചു എന്ന വാർത്ത കേട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത്. മിത്ലിക്ക് ഖബർ എന്ന് പറഞ്ഞാൽ ഗർഭവതിയായി എന്നുള്ള വാർത്ത. ഒരു ഗർഭ സഹലാക്കർ, ഗർഭം ഒന്ന് തലോടിക്കൊണ്ട്, ആ വയറൊന്ന് തലോടിക്കൊണ്ട്, ലേത്തി ഹെ അന്തരീം റിപ്പട്ട്, എന്നിട്ട് അവർക്ക് അവരെ ബുദ്ധിമുട്ടുകളും അലസതയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഗ്രഹചക്രം എന്ന് പറഞ്ഞാൽ ഗ്രഹനില, ജ്യോതിഷമൊക്കെ പറയും, അതൊക്കെ നോക്കും. അതുപോലെ ബിസ്തർ ഒരു കുതിര ഉദാസിയോക്കി, ഗർഭകാലത്തെ അലസതയൊക്കെ മാറ്റാൻ. കുതിര ഉദാസിയം എന്ന് പറഞ്ഞാൽ ഗർഭകാലത്തെ അലസതയും ബുദ്ധിമുട്ടുമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവർ ജ്യോതിഷവും അതുപോലെ അന്തരീം റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇടക്കാല റിപ്പോർട്ടൊക്കെ പറയാനും തലോടാനും സാധനങ്ങൾ കൊടുക്കാനും ഒക്കെയാണ് ഇവർ ഈ മഴയത്ത് ഉദിക്കുന്ന വെയിൽ പോലെ വരുന്നത്. അതാണ് അമ്മായിമാർ. അതാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ അർത്ഥം. അടുത്ത സ്റ്റാൻസ് നമുക്ക് നോക്കാം.
झाड़ती है जाले संभालती है बक्से, मेहनत से सुलझाती है भीतर तक उलझे बाल, कर देती है छोटी पार्टी और ढांढती भी जाती है कि री पगली तू किस धुन में रहता है कि बालों की घांडे भी तुझसे ठीक से നിക്കൽത്തി नहीं. അങ്ങനെ അമ്മായിമാർ ഈ ഗർഭവതിയായെന്ന് അറിഞ്ഞിട്ട് അവരെ ശുശ്രൂഷിക്കാനും സ്നേഹിക്കാനും ഇടക്കാല റിപ്പോർട്ടുകൾ കൊടുക്കാനും ജ്യോതിഷം പറഞ്ഞ് കാര്യങ്ങളൊക്കെ നോക്കാനും സ്നേഹിക്കാനൊക്കെ വരുന്ന സമയത്ത് ഈ വീട്ടിലെ മാറാലയാണ് അതൊക്കെ തൂത്തുവാരാനും ജാടണ എന്ന് പറഞ്ഞാൽ തൂത്തുവാരുക. അതുപോലെ സംഭാൽത്തി ഹെ ബക്സെ, അവിടെയുള്ള തുണികളും മറ്റും അടക്കി ഒതുക്കി വയ്ക്കുന്നു. പെട്ടികൾ, ബക്സ് എന്ന് പറഞ്ഞാൽ ബോക്സാണ്, അവിടുത്തെ പെട്ടികളൊക്കെ ഒതുക്കി വയ്ക്കുന്നു. അതുപോലെ മെഹനത്ത് സെ സുൽജാത്തി ഹെ ഭീതർ തക് ഉൽജെ ബാൽ, അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾക്കിടയിൽ പെൺകുട്ടിയുടെ ചിതറിക്കിടക്കുന്ന കെട്ടുപിടിച്ച് കിടക്കുന്ന ഉൽജെ ബാൽ, പിടിച്ച് കിടക്കുന്ന ബാലൊക്കെ ശരിയാക്കി കൊടുക്കുന്നു. കർദേത്തി ഹെ ചോട്ടി പാട്ടി എന്ന് പറഞ്ഞാൽ ആ അത് ചിതറിക്കിടക്കുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മുടിയൊക്കെ റെഡിയാക്കി കൊടുക്കുന്നു. ഓർ ഢാൺതി വി ജാത്തി ഹെ കീരി പകലി തു കിസ് ധുൻ മെ രഹത്തി ഹെ, അതിനിടയിൽ ശകാരിക്കും ചെയ്യുന്നുണ്ട്. ഡാണ്ടണ എന്ന് പറഞ്ഞാൽ ശകാരിക്കുക. എടി പൊട്ടി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ എടി ഭ്രാന്തി പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശകാരിക്കുന്നത്. കിസ് ധുൻ മെ രഹത്തി ഹെ, നീ എന്ത് ചിന്തയിലാണ്, എന്ത് സോച്ച് വിചാർമേ രഹത്തി ഹെ തു എന്ന് പറഞ്ഞുകൊണ്ടാണ്, എന്ത് വിചാരിച്ച് ആണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ശകാരിക്കുന്നത്. കി ബാലോं की गांडे भी तुझसे ठीक से निकलती नहीं, മുടിയുടെ ജട പോലും മാറ്റാൻ നിനക്ക് സമയമില്ല, അല്ലെങ്കിൽ നിനക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശകാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അമ്മായിമാരുടെ റോള് അല്ലേ, വീടുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് ശകാരിക്കുന്ന അമ്മായിമാരെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ തലമുറ. കല്യാണം കഴിച്ച് ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിടുന്നു, പിറ്റേ ദിവസം ഡിവോഴ്സിന് കൊടുക്കുന്നു, അങ്ങനെ പിരിയുന്നു. അതിൽ മാധ്യമം അത് ഏറ്റെടുക്കുന്നു, മാധ്യമത്തിൽ സ്പ്രെഡാകുന്നു. പക്ഷേ പണ്ട് കാലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നാൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനും പരിഹരിക്കാനൊക്കെ ഒരുപാട് ബന്ധുക്കളുണ്ടായിരുന്നു. ഇതുപോലത്തെ ഒരുപാട് അമ്മായിമാരുണ്ടായിരുന്നു. ചെറിയമ്മ ഉണ്ടാവും, കുഞ്ഞമ്മ ഉണ്ടാവും, ഏട്ടത്തിയമ്മ ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് സ്ഥാനങ്ങൾ വഹിക്കുന്ന ബന്ധുക്കളുണ്ടാവും. അങ്ങനെ അടുത്ത വരികളിലേക്ക് നമുക്ക് കിടക്കാം. ബാലോं के बहाने वे घांडों सुलझाती है जीवन की, करती है परिहास, सुनाती है किस्से और फिर हंसाती दबी सदी आवाज़ में बताती जाती है. चटनी, अचार, मूंगफलियाँ और बेस्वाद संबंध, चटपटा बनाने के गुप्त मसाले और नुस्खे, सारी उन तकलीफ़ों की जिन पर ध्यान भी नहीं जाता औरों का. അങ്ങനെ ഈ മുടി, ഈ ജട മാറ്റണമെന്ന ആ പേരും പറഞ്ഞ് ബാലോं के बहाने എന്ന് പറഞ്ഞാൽ ഈ മുടിയുടെ കുരുക്ക് മാറ്റുന്ന അതും പറഞ്ഞ് ആ കാര്യവും ചെയ്ത് അവർ എന്താ ശരിക്കും ചെയ്യുന്നത്, വേ ഗാണ്ടേ സുൽജാത്തി ഹെ ജീവൻക്ക്, ശരിക്കും അവരുടെ ജീവിതത്തിൻ്റെ, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ ജടയാണ് പരിഹരിക്കുന്നത്. ഗാണ്ടേ എന്ന് പറഞ്ഞാൽ ജട എന്നാണ് അർത്ഥം, സുൽജന പരിഹരിക്കുക, ജീവിതത്തിൻ്റെ, ജീവൻ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ. ബാലോं के बहाने, ഈ മുടി കുരുക്ക് അയക്കുന്നത് ശരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ കുരുക്കാണ്. അതുപോലെ കർത്തി ഹെ പരിഹാസ്, സുനാത്തി ഹെ കിസ്സെ, മറ്റുള്ളവർ പരിഹസിക്കുന്നു, അതിനിടയിൽ ഈ അമ്മായിമാരെ പരിഹസിക്കുന്നു. സുനാത്തി ഹെ കിസ്സെ, സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കുന്നു. ഓർ ഫിർ ഹസാത്തി, അതിനിടയിൽ ചിരിക്കുന്നു, ചിരിപ്പിക്കുന്നു. ഇതൊക്കെ ഇവരുടെ റോളുകളാണ് അമ്മായിമാരുടെ. മറ്റുള്ളവരെ പരിഹസിക്കാനും ഇവർക്ക് അറിയാം, തമാശയിലൂടെ, സ്നേഹത്തിലൂടെ. അതുപോലെ ദബി സദി ആവാസ് മേ ബതാത്തി ജാത്തി ഹെ, അതുപോലെ പതിഞ്ഞ സ്വരത്തിൽ അവർ ചട്നി, അച്ചാർ, മൂങ്കുപടിയ എന്ന് പറഞ്ഞാൽ പരിപ്പുവട, और बेस्वा संबंध, चटपटा बनाने के गुप्त मसाले और नुस्खे, അവർ പതിഞ്ഞ സ്വരത്തിൽ ചട്നി ഉണ്ടാക്കാനും അച്ചാറുണ്ടാക്കാനും പരിപ്പുവട ഉണ്ടാക്കാനും അതിൻ്റെ സ്വാദ് ഇല്ലാത്തതിനെക്കുറിച്ചും വളരെ പെട്ടെന്ന് ചട്പട്ട എന്ന് പറഞ്ഞാൽ സ്പീഡിൽ അത് പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. ഗുപ്ത് എന്ന് പറഞ്ഞാൽ രഹസ്യം, മസാലേൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ നുസ്കെ പറഞ്ഞു കൊടുക്കുന്നു. നുസ്കെ എന്ന് പറഞ്ഞാൽ ടിപ്സാണ്. അപ്പോൾ ഇതൊക്കെ ഇവരുടെ റോളുകളാണ്. ഈ തിരക്കുകൾക്കിടയിലൂടെ അവർ ചെയ്യുന്ന ജോലികളാണ്.
सारी उन तकलीफ़ों के जिन पर ध्यान भी नहीं जाता അവരോं का മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവർ ഇല്ലാണ്ടാക്കുന്നു. ഈ അമ്മായിമാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ ഓടിയെത്തും, അത് പരിഹരിക്കും. ഇപ്പോൾ ഒരു പെണ്ണ്, നമ്മുടെ ഈ കവിതയിൽ ഒരു പെൺകുട്ടി ഗർഭവതിയായി എന്ന് പറഞ്ഞത് കേട്ടിട്ടാണ് ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ടാണ്, സ്വെറ്ററും തിൽക്ക ലഡുവും സാഡിയും ഒക്കെ ആയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അതിനിടയിൽ അവർ പല കാര്യങ്ങളും പെൺകുട്ടിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഗർഭവതി ആയിരിക്കുമ്പോൾ ഒരുപാട് സ്നേഹം വേണം അല്ലെ, ഒരുപാട് സന്തോഷം വേണം, ഭക്ഷണം വേണം, ഇതൊന്നും മറ്റുള്ളവർ ശ്രദ്ധിച്ചെന്ന് വരില്ല. പക്ഷേ ഇപ്രകാരമുള്ള അമ്മായിമാർ വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇന്ന് നമുക്കിതൊന്നും കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് കവയത്രി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ മാതൃത്വമാണെങ്കിലും ഭ്രാതൃത്വമാണെങ്കിലും ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ ന്യൂ ജനറേഷനിൽ 21-ാം നൂറ്റാണ്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കൂട്ടുകുടുംബമൊക്കെ ഇപ്പോൾ കുടുംബമായിട്ട് മാറിയിരിക്കുകയാണ്. മാനവീയ മൂല്യങ്ങളില്ല, ബന്ധങ്ങളില്ല, ഒക്കെ ഒരു യാന്ത്രിക ജീവിതമായിട്ട് മാറിയിരിക്കുകയാണെന്നാണ് ഈ കവിതയിലൂടെ കവയിത്രി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസയിലേക്ക് കിടക്കാം. आंखों के नीचे धीरे धीरे जिसके पसर जाते हैं सोए साए और गर्भ से रिश्ते हैं महीनों चुपचाप खून के आंसू से 40 के आसपास के अकेलेपन के उन काले कथई जगतों का मौसियों के वैदिक में एक ही इलाज है ഹാസി और കാളി പൂജ और पूरे मोहल्ले की അമ്മാഗിരി. ഈ സ്റ്റാൻസിലൂടെ കവിത്രി പറയുകയാണ്, ആൻറ്റിമാരുടെ കണ്ണുകൾക്ക് മുമ്പിലൂടെ, അതായത് അമ്മായിമാരുടെ കണ്ണുകൾക്ക് മുമ്പിലൂടെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും മെല്ലെ മെല്ലെ കടന്നു പോകുന്നു. ആങ്കോക്ക് എണീച്ച് ധീരെ ധീരെ ജിസ്കെ പസർ ജാത്തെ ഹെ സായെ, പസർ ജാന എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക, നിയൽ, അവരുടെ കണ്ണുകൾക്കിടെ അടിയിലൂടെ പതുക്കെ പതുക്കെ നിയൽ വ്യാപിക്കുകയാണ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് സംഘർഷങ്ങൾ അവർ പിന്നിട്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒരു ഗർഭസെ റിസ്തെ ഹെ മഹീനോ ചുപ്ചാപ്പ്, അതുപോലെ തന്നെ അവരുടെ ഓരോ പുതിയ ദിവസവും എന്നത്തെയും പോലെ തന്നെ കഴിയുന്നു. എങ്കിലും രോഗമോ ഗർഭമോ ഉണ്ടായാൽ അവർ കണ്ണുനീർ ഒഴുക്കി സഹിച്ച് തീർക്കും. കൂൻ കെ ആസൂസ്, രക്തക്കണ്ണീർ, അതായത് അത്രയ്ക്ക് അവർ കണ്ണീരൊഴുക്കി സഹിക്കുമെന്നാണ് പറയുന്നത്. എന്തുണ്ടെങ്കിലും ഇപ്പോൾ ഗർഭവതി ആവുകയാണെങ്കിലും അതിൻ്റെ ക്ഷീണമൊക്കെ അവർ കണ്ണീരൊഴുക്കി, അവർക്കൊരുപാട് കഷ്ടപ്പാടുകളുണ്ട്. പക്ഷേ അവരുടെ കഷ്ടപ്പാടുകളൊന്നും ആരും മനസ്സിലാക്കാൻ പോകുന്നില്ല. അപ്പം ഇവിടെ ഈ സ്റ്റാൻസയിൽ പറഞ്ഞിരിക്കുന്നത് അമ്മായിമാരുടെ കഷ്ടപ്പാടുകളാണ്. അവരെല്ലാം സഹിക്കും, കണ്ണുനീരൊഴുക്കി അവർ സഹിക്കും, മാസങ്ങളോളം മിണ്ടാതെ, വർഷങ്ങളോളം. അടുത്ത നോക്കാം. 40 के आसपास के अकेलेपन के उन काले कथई चकतों का, അതായത് ഏകദേശം ഒരു 40 വയസ്സാണ് ഇവർക്ക്, ഈ അമ്മായിമാർക്ക്, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മായിമാർക്ക് ഉണ്ടാവുക. അവർ ഒറ്റപ്പെട്ട ജീവിതമാണ് ജീവിക്കുന്നത്. അക്കേലപ്പൻ, കാലെ കത്തൈ, ഒറ്റപ്പെടലിൻ്റെ തുന്നിപ്പിടിപ്പിച്ച കറുത്ത തുണിക്കഷ്ണം പോലെയാണ് അവരുടെ ജീവിതം. കാലെ കത്തൈ ചക്കത്തോ എന്ന് പറഞ്ഞാൽ തുന്നിപ്പിടിപ്പിച്ച കറുത്ത തുണിക്കഷ്ണമാണ്. അതുപോലെ ഒറ്റപ്പെട്ട ജീവിതമാണ് അവർക്ക്. ഏകദേശം 40 വയസ്സോളം അവർക്ക് ഉണ്ടാകും. അപ്പോൾ അപ്രകാരമുള്ള മോസിയോക്ക് വൈദ്യകമേ, അവരുടെ വൈദ്യത്തിൽ, വൈദ്യകം എന്ന് പറഞ്ഞാൽ വൈദ്യം, അവരുടെ ചികിത്സാശാസ്ത്രത്തിൽ एक ही इलाज है, ഒരേ ഒരു ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ. ഇലാജ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ്. ഹസി और കാളി പൂജ और पूरे मोहल्ले की അമ്മാഗിരി, ചിരിയും ഈശ്വര പ്രാർത്ഥനയും, അതുപോലെ ആ പ്രദേശത്തെ, മൊഹല്ല എന്ന പ്രദേശം, ആ പൂരെ മൊഹല്ലേക്ക് അമ്മാഗിരി, അമ്മയുടെ സ്ഥാനമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ അമ്മായിമാരുടെ ചികിത്സാ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് അതാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇവർ പ്രാർത്ഥിക്കും, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അതുപോലെ ചിരിപ്പിക്കും, സന്തോഷിപ്പിക്കും. അപ്പോൾ അവരുടെ ജീവിതത്തിലും ഒരുപാട് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ മറന്നിട്ടാണ് മറ്റുള്ളവർക്ക് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്നാണ് ഇവിടെ കവിയത്രി പറയുന്നത്. നമുക്കടുത്ത ലാസ്റ്റ് സ്റ്റാൻസ നോക്കാം. 20वीं सदी की कूड़ा गाड़ी लेती गई खेत से कोड़कर अपने जीवन की कुछ ज़रूरी चीज़ें. 20-ാം നൂറ്റാണ്ട് വന്നതോടുകൂടി വേസ്റ്റ് വണ്ടി വരികയും അത് പാടത്ത് ഇറങ്ങി, പാടത്തു നിന്ന് കേസ് കോടുക്കർ, ആഴത്തിൽ കിളച്ച്, ജീവൻക്ക് കുച്ച് ജറൂരി ചീസ്, എന്താണ് പാടത്ത് ഇറങ്ങിയിട്ട്
ആഴത്തിൽ കിളച്ച് എടുക്കുന്നത് ജീവിതത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. ഈ കൂടാഗാടി എന്ന വേസ്റ്റ് വെഹിക്കിളാണ്, വേസ്റ്റ് വണ്ടിയാണ്. വേസ്റ്റ് വണ്ടിയിലേക്ക് ഇടുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജയ്സെ മോസിപ്പൻ, ബുവാപ്പൻ, ചാച്ചിപ്പന്തി, അമ്മാഗിരി, മഗ്ന് സാരേ ഭുവൻകി. ഈ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എന്താ പറയുക, മോസിപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മായിയുടെ സ്ഥാനം, അതുപോലെ ഏട്ടത്തി, ചാച്ചിപ്പന്തി കുഞ്ഞമ്മ, അമ്മാഗിരി അമ്മ സ്ഥാനം, ഇതെല്ലാം ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ പാടത്തു നിന്ന് കിളച്ച് എടുത്ത് വേസ്റ്റ് വണ്ടിയിലിട്ട് പുറത്തേക്ക് തള്ളുകയാണ്. ഇതാണ് ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ 20-ാം നൂറ്റാണ്ട് 20वीं शती 20-ാം നൂറ്റാണ്ടിൻ്റെ കടന്നു വരവോടുകൂടി ഇന്ന് ഇവർക്കൊന്നും വീടുകളിൽ ഒരു സ്ഥാനവുമില്ല. എല്ലാവരും ഒറ്റയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വാർത്ഥരായിട്ട് മുന്നോട്ട് പോവുകയാണ്. तो प्रस्तुत कविता के ज़रिए अनामिका परिवार में मौसी, बुआ, चाची जैसे लोगों की महत्व के बारे में, मानवीय मूल्यों के बारे में, परिवार के बारे में बताती हैं. नवयुग में रिश्तों का कोई महत्व नहीं है. नव सामाजिक जीवन में युगों से रूबाई संबंधों का सत्यानाश प्रतीत है. मातृत्व, भ्रातृत्व का कोई या मौसीपन का कोई महत्व आज नहीं है. प्रस्तुत कविता एक नारीवादी रचना है. तो आशा करता हूँ आप लोगों को ये कविता बहुत पसंद आए होंगे. धन्यवाद.